ഹലോ എവ്രി വൺ, വെൽക്കം ടു റോഷ്നാസ് വൈബ്സ്. എൻ്റെ പേര് റോഷ്ന. അപ്പം ഞാൻ ഇന്ന് ഒരു ഡേ 3 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഡേ 1 ഡേ 2 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഓടിപ്പോയി കാണാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഞങ്ങളുടെ മൂകാംബിക ട്രിപ്പിൻ്റെ ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബസ്സിൻ്റെ ബാക്കിൽ, ഞങ്ങൾ ബസ്സിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ കുക്ക് ചെയ്ത് രാവിലെ ഉപ്മാ പിന്നെ ചെറുപയറിൻ്റെ കറി അതായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും കൂടെ ചേർന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കുക്ക് ചെയ്ത് കഴിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് നേരെ വേറെ അമ്പലങ്ങളിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. നമ്മളിവിടെ നിന്ന് നേരെ കമൽശീൽ എന്ന് പറഞ്ഞൊരു അമ്പലത്തിലാണ് വന്നത്. കമൽശീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയും ഉണ്ട്, വിനായകനും എല്ലാവരും ഉണ്ട് കേട്ടോ, ശിവനും എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു അമ്പലത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട്. പിന്നെ ഇവിടുന്ന് എന്താ പറയുക, ഒരുപാടൊന്നും ഫോട്ടോ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇതൊരു ഉള്ളിലത്ര ലൈറ്റൊന്നും പോരാ, നമുക്കൊന്നും കണ്ടാലും അത്ര മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തുള്ള വഴിയിൽ കൂടെ നടന്നിട്ട് ഫുഡ് കഴിക്കേണ്ട സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് നേരെ ഫുഡ് കഴിച്ചിട്ട് ഹുദ്രോളി എന്ന് പറഞ്ഞൊരു നല്ല അടിപൊളി അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണണം. ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും. നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ അവർ പിന്നെയും ഓരോന്ന് വിളമ്പിക്കൊണ്ടിരിക്കും. പിന്നെയും നമ്മൾ ഇല അടച്ച് വയ്ക്കുമ്പോഴത്തേക്കും അടുത്ത ചോറും കറിയും ഇങ്ങനെയായിരുന്നു. കഴിച്ച് വയറ് നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, ഇത്രയും സ്റ്റഫ് ചെയ്ത് കഴിച്ച് വയറ് എന്താ പറയുക പൊട്ടുന്ന വരെ കഴിച്ചത് ഇന്ന് ആദ്യമായിട്ടായിരിക്കും. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് വന്നു. അപ്പം ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുള്ള് പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് വലിയ ബിൽഡിങ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അമ്പലം, അതിന് ചുറ്റിനും ചെറിയ ചെറിയ ബിൽഡിങ്സ്, ഒരുപാട് മരങ്ങളും, നല്ല എന്താ പറയുക അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇത്. നല്ല എന്താ പറയുക ശുദ്ധവായുവൊക്കെ കിട്ടുന്ന പോലത്തെ അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾ എന്നിട്ട് അമ്പലത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ നിന്ന് മേളിലോട്ടേക്ക് കയറി ഞങ്ങൾ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്ന് പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ എന്താ ചെറിയ സാധനങ്ങളൊക്കെ വെക്കുന്നതൊക്കെ നോക്കി വായി നോക്കിക്കൊണ്ടിരുന്നു അവിടെ. പിന്നെ നമ്മുടെ പൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ, അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ തൊട്ടിപ്പുറത്ത് 20 രൂപീസിൻ്റെ കുറേ പ്ലാസ്റ്റിക് സാധനങ്ങൾ വിൽക്കുന്നത് കണ്ടു. അവിടെയൊക്കെ നോക്കി അവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു. നല്ല ക്യൂട്ടായിട്ടുള്ള 2-3 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബേക്കറിയുടെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ സ്റ്റക്കായിപ്പോയി. അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബസ്സിലിരുന്ന് വെറുതെ കുറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ അടിപൊളി ഹുദ്രോളി ടെമ്പിളിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, എൻ്റെ ദൈവമേ, ഇത്രയും അതായത് നമ്മുടെ കേരളത്തിലൊന്നും ഇത്രയും ഭംഗിയുള്ള അമ്പലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. കമ്പയർ ചെയ്യാൻ പാടില്ല അമ്പലങ്ങളെ, എന്നാലും പറയാണ് അത്ര നല്ല രീതിയിലാണ് അവരിത് എന്താ പറഞ്ഞാൽ പണിഞ്ഞിരിക്കുന്നത്. ആൾക്കാർക്ക് എന്താ പറയുക കണ്ടിരിക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. ഒരുപാട് തിക്കും തിരക്കുള്ള സമയത്താണ് നമ്മൾ വന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വിജയദശമിയുടെ സമയത്താണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ള് തിരക്കാണ്, ഒരുപാട് കാണാനുണ്ട്. ബട്ട് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തുനിന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യും. ബട്ട് നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കാണാമല്ലോ. എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലം തന്നെയാണ് കേട്ടോ ഇത്. ഒരുപാട് സ്റ്റോറി എന്താ പറഞ്ഞു തരുന്ന ഒരു അമ്പലമാണിത്. എല്ലാം ഗോൾഡൻ കളറിലാണ്, ഗോൾഡൻ യെല്ലോ കളർ ഫുള്ള് ലൈറ്റൊക്കെ പിടിപ്പിച്ച് ഈ ഒരു സമയമായതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അമ്പലം. എല്ലായിടവും കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങളിനി പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ഒരു വലിയൊരു തേരെഴുന്നള്ളത്ത് വരാൻ പോവുകയാണ്. അപ്പം അതിന് മുമ്പ് ഇവിടുന്ന് പുറത്ത് ചാടണം, അതിനുള്ള പരിപാടിയിലാണ്, അതിനുള്ള പ്ലാനിലാണ് ഞങ്ങൾ. എങ്ങനെയെങ്കിലും നടന്ന് ഞങ്ങൾ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.